ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. आप सब तो इतने अच्छे संस्थान से शिक्षा लेकर जा रहे हैं. मैं ये कहना चाहूंगी कि अपने लक्ष्यों को प्रायोरिटाइज करें, शॉर्ट टर्म और लॉन्ग टर्म गोल्स तय करें और उन्हें अचीव करने की स्ट्रेटेजी भी बनाएं. शॉर्ट टर्म गोल्स आपको हर दिन मोटिवेटेड रखेंगे और इनसे आपको लॉन्ग टर्म गोल्स को अचीव करने में मदद भी मिलेगी. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. इस प्रोग्राम में 3 बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो FCI का बड़ा गोडाउन होता है, वहां से डिफरेंट डिस्ट्रिक्ट्स में, डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स हैं, उन फेयर प्राइस शॉप्स में जो डीलर्स का रेम्यूनरेशन रखा गया था, एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया, टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലുടെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു.
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘർ യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ 0-ലെത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത് ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് മൈനസാണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 78,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയേലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29-ന് നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന 1ാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി UPSC. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണി വരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.